ജനങ്ങൾക്ക് കൗതുകം പകരുന്ന നിറങ്ങൾക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ചരിത്രത്തിൽ ചില നിറങ്ങൾ അധികാരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടയാളങ്ങളായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ ഫറവോമാരുടെ ശവകുടീരങ്ങൾ മുതൽ നവോത്ഥാന കാലഘട്ടത്തിലെ വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങൾ വരെ ഈ നിറങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്രാമിന് 80,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അൾട്രാമറൈൻ നീലയെക്കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാനിലെ ബഡാഷൻ പ്രവിശ്യയിലെ പുരാതന ഖനികളിൽ നിന്ന് ലഭിക്കുന്ന ലാപ്പിസ് ലാസുലി എന്ന വിലയേറിയ കല്ലിൽ നിന്നാണ് ഈ നിറം നിർമ്മിക്കുന്നത്. കടലിനക്കരയിൽ നിന്നെന്ന അർത്ഥമുള്ള അൾട്രാമാരിനസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇതിന്റെ ആ പേര് ലഭിച്ചത്. ആഴത്തിലുള്ള നീല നിറവും അതിൽ സ്വർണ്ണത്തരികൾ പോലെ മിന്നിത്തിളങ്ങുന്ന പൈററ്റ് കണികകളുമാണ് ഈ കല്ലിനെ ലോകപ്രശസ്തമാക്കുന്നത്. കല്ല് പൊടിച്ച് എണ്ണകളും രാസവസ്തുക്കളും ചേർത്ത് ശുദ്ധീകരിച്ചെടുക്കുന്ന സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് ഇതിന്റെ പിഗ്മെന്റ് വേർതിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ അൾട്രാമറൈൻ നീല ദിവ്യത്വത്തിന്റെ പ്രതീകമായിരുന്നു. കന്യകാമറിയത്തിന്റെ വസ്ത്രങ്ങൾക്ക് നിറം നൽകാനാണ് കലാകാരന്മാർ ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും തങ്ങളുടെ മാസ്റ്റർ പീസുകളിൽ ഈ നിറം ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. ഇതിന്റെ അമിത വില കാരണം ഈ നീല നിറം ഉപയോഗിക്കുന്ന ചിത്രങ്ങൾക്കായി കലാകാരന്മാർ ഉപഭോക്താക്കളിൽ നിന്ന് വൻതുക അധിക പ്രതിഫലമായി വാങ്ങിയിരുന്നു എന്നത് മറ്റൊരു വസ്തുത. അൾട്രാമറൈൻ മാത്രമല്ല സ്വർണത്തേക്കാൾ മൂല്യമുള്ളവയായി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. പുരാതന റോമൻ ചക്രവർത്തിമാർ മാത്രം ഉപയോഗിച്ചിരുന്ന ടെറൈൻ പർപ്പിൾ കടലൊച്ചുകളിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത്. അതുപോലെ പ്രാണികളിൽ നിന്ന് നിർമ്മിച്ചിരുന്ന കൊച്ചിനിയൽ റെഡ്, ആയിരക്കണക്കിന് പൂക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കുങ്കുമപ്പൂ മഞ്ഞ എന്നിവയും ചരിത്രത്തിലെ വില കൂടിയ ചായങ്ങളായിരുന്നു. പശുക്കളുടെ മൂത്രത്തിൽ നിന്ന് നിർമ്മിച്ചിരുന്ന ഇന്ത്യൻ യെല്ലോ അതിന്റെ ക്രൂരത കാരണം പിന്നീട് നിരോധിക്കപ്പെട്ടു. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കൃത്രിമമായി നിറങ്ങൾ നിർമ്മിക്കാനുള്ള വിദ്യകൾ വന്നതോടെ ഈ അപൂർവ നിറങ്ങൾ ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്. എങ്കിലും പ്രകൃതിദത്തമായ അൾട്രാമറൈൻ നീല നൽകുന്ന ആ തിളക്കവും ആഴവും ഇന്നും സമാനതകളില്ലാത്തതായി തുടരുന്നു. ഒരു നിറത്തിന് ഗ്രാമിന് 80,000 രൂപ വരുമ്പോൾ അത് കേവലം ഒരു ചായമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവും പൈതൃകവുമാണ്.